നമസ്കാരം. നമുക്ക് പുതുവർഷം തുടങ്ങി. ചൈനയെ സംബന്ധിച്ചിടത്തോളം 2024 ഫെബ്രുവരി 10 ചൈനീസ് പുതുവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഫെങ്ഷു പ്രകാരം അവരുടെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ഫെബ്രുവരി 4 അപ്പോൾ ഈ ഒരു വർഷക്കാലം, അതായത് ഒരു ചൈനീസ് വർഷക്കാലം, ചൈനീസ് ഫെങ്ഷുയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇയർ അനുസരിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. ഇത് ലോകത്ത് എല്ലായിടത്തും ഇത് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ചിലർ പറയുന്നത് ചൈനയിൽ മാത്രമേ വർക്കാവൂ. അങ്ങനെയല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തും ഇത് വർക്കാവും. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പം ഇത് വീടിൻ്റെ ഓരോ ദിക്കിലും 9 നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട്. എപ്പോഴും ഉണ്ട്. ഈ 4 തീയതി ആ നക്ഷത്രങ്ങൾ മാറി പുതിയ നക്ഷത്രങ്ങൾ വരും. ഇപ്പോൾ ഇത് നമ്മളൊരാളിനെ പേടിപ്പിക്കാനോ ഒന്നുമല്ല. ഇതിൽ നമുക്കൊരു ഇതെന്ന് പറയുന്നത് ഇന്ന നക്ഷത്രങ്ങൾ ഇന്ന ദിക്കിൽ വരുന്നു എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാം. അപ്പം അതിനനുസരിച്ചിട്ട് ചില എലമെൻറ്റുകളോ അല്ലെങ്കിൽ ചില ടൂളുകളോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ദോഷത്തെ പരമാവധി കുറയ്ക്കാൻ നമുക്ക് പറ്റും. അതായത് വലിയ പ്രശ്നങ്ങളുള്ളത് വളരെ ലൈറ്റായിട്ട് പോകാനായിട്ട് ഫെങ്ഷുയുടെ ചില ടൂളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചില എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചില നിറങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ, എന്തൊക്കെയാണ്, ഏതൊക്കെ ദിക്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2024 ഫെബ്രുവരി 4 ഒരു വർഷക്കാലത്ത് ഏറ്റവും മോശപ്പെട്ട 4 ദിക്കുകൾ എല്ലാ വീടിൻ്റെയുമാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും ഈ വീടുകൾ ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 4 ദിക്കുകളാണ്, 4 ദിക്കുകളും അവിടെ വരാകാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചിലർ ചോദിക്കും, എൻ്റെ വീട് ഫെങ്ഷു ഞാൻ ചെയ്തിട്ടുള്ളതാണ്, എന്നെ ഇത് ബാധിക്കില്ല. അങ്ങനെയല്ല. ഇത് നിങ്ങൾ ഫെങ്ഷു ചെയ്താലും ചെയ്തില്ലെങ്കിലും, നിങ്ങൾക്ക് വാസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഫെങ്ഷുവിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇത് നിങ്ങളുടെ ഓരോ ദിക്കിലും ഈ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടാവും. ഗുണമാണെങ്കിൽ ഗുണം കിട്ടുകയും ദോഷമാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചെങ്കിലും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഈ വർഷത്തെ കാര്യം, ഇതിൽ ഏറ്റവും മോശപ്പെട്ട സ്റ്റാർ വന്ന് നിൽക്കുന്നത് എല്ലാ വീടിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്താണ്, അതായത് വെസ്റ്റിലാണ്. അപ്പോൾ 2024 വെസ്റ്റിൽ 5 എന്ന് പറയുന്നൊരു നക്ഷത്രം വരികയാണ്. ഈ 5 എന്ന് പറയുന്നത് ഫെങ്ഷു പ്രകാരം ടോട്ടൽ ലോസ്. ഇതിപ്പോൾ വേറെ ഒരു നമ്പറുമായിട്ട്, ഇപ്പോൾ നമ്മുടെ ന്യൂമറോളജിയോ അല്ലെങ്കിൽ മറ്റൊരു നമ്പറുമായിട്ടോ ഇതിന് ബന്ധമില്ല. ഫെങ്ഷുയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്ന നക്ഷത്രം വരികയാണ്. അത് ടോട്ടൽ ലോസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഓഫീസിനെ സംബന്ധിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലോ അതല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ ബെഡ്റൂമോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അത് നിങ്ങളെ സാരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാറിനെ മാറ്റാൻ പറ്റില്ല, ദോഷത്തെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് ഒത്തിരി ടൂളുകളുണ്ട്. അതിൽ ഒരു ടൂൾ എന്ന് പറയുന്നത് 5 എലമെൻറ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂള് ആ ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കൺസൾട്ടിനെ കാണിച്ചിട്ട് ആനുവൽ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എടുത്തു പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിൽ, അതായത് ഈ വെസ്റ്റ് എൻട്രൻസ് ഉള്ളവർക്ക് റെഡ് മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മാറ്റ് ഈ വർഷത്തേക്ക് ആ കളർ അവിടെ നിന്ന് മാറ്റണം. ഓരോ കളറുകളും ഓരോ എലമെൻ്റായിട്ട് വർക്ക് ചെയ്യും. അടുത്തൊരു ഡയറക്ഷൻ ഞാൻ പറയാം. സൗത്ത് ഈസ്റ്റിൽ ഈ വർഷം വന്ന് നിൽക്കുന്ന നക്ഷത്രം ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ്. ഇത് ആരെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവരെ ഒരു പരിധിവരെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ ബെഡ്റൂം ഉള്ളവരെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് റെഡ് മാറ്റ് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാറ്റുക. എന്നിട്ട് ആ ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ബ്രാസ് ഐറ്റംസ് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഇത് മാറാനായിട്ട് നല്ലതാണ്. ഇതിനോടപ്പുറം ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻ്റെ സേവനം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന പ്രശ്നം ഇന്നടത്തുകൊണ്ട് അതിന് നിങ്ങൾ ഇന്നതെങ്കിലും ചെയ്യൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അടുത്തത് വീടിൻ്റെ സൗത്താണ്. അപ്പോൾ സൗത്തിൽ ബെഡ്റൂമോ പ്രധാന ഡോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ട് സമയത്ത് തരാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വാങ്ങിച്ചിട്ട് സമയത്ത് തരാതിരിക്കുക, അങ്ങനെ പറ്റിപ്പിനുള്ള സാധ്യത ഉള്ളൊരു സ്റ്റാറാണ് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 100 വീട്ടിൽ ഇത് വരണമെന്ന് നിർബന്ധമില്ല. എന്നാലും 99% വീടുകൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം സ്റ്റാറുകൾ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഭാഗത്ത് പറ്റിപ്പിൻ്റെ നക്ഷത്രം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്ലൂ മാറ്റ് അവിടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ മറ്റൊരു മോശപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത്, ഈ വർഷം എല്ലാ വീടിൻ്റെയും സെൻട്രൽ ഭാഗത്ത്, അതായത് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നമ്പർ 3 ആണ്.
മൂന്നെന്ന് പറയുന്നത് കലഹം, കേസ്, വഴക്ക്, അങ്ങനെ കോടതി പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നൊരു നക്ഷത്രമാണ്. അത് കുടുംബാംഗങ്ങൾ തങ്ങളിലായാലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൂരിഭാഗം വീടുകളുടെയും വീട്ടിൻ്റെ മധ്യഭാഗത്ത് അവരുടെ ലിവിങ് റൂമോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളോ ആയിരിക്കും. അപ്പോൾ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവർ തങ്ങളിൽ, കാരണം ആ ഒരു സ്റ്റാർ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവർ തങ്ങളിൽ കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ഒരു റെഡ് മാറ്റ് ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ ഫയർ ബോൾ ഉപയോഗിക്കാം. വേറെ പല ടൂളുകളുമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഒരു കൺസൾട്ടൻറ്റിനെ കാണിച്ച് അതിൻ്റെ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഇത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ദോഷപ്പെട്ട 4 നക്ഷത്രങ്ങൾ വരുന്ന ദിക്കുകളും അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പരിഹാരങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പ്രോഗ്രാമിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.